നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി, അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്തത്. ഞാൻ അറിഞ്ഞത് ഇനി മെയ് ആദ്യവാരം ഡൽഹിയിൽ വെച്ച് ഒരു ലഞ്ച് പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് പരിപാടികൾ നടത്തി BJP-യുമായിട്ടുള്ള ബാന്ധവം ശക്തമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോൺഗ്രസിനോട് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് MV ഗോവിന്ദനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? ഞങ്ങൾക്ക് കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഉണ്ടാവും. CPM-നോട് നിങ്ങൾ ചോദിക്കുക, അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ചോദിക്കും. ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുക. പാർട്ടിക്കാരെങ്കിലും സ്ഥാനാർത്ഥിയാവുമെന്ന് ചോദിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുണ്ടല്ലോ, അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങളോട് മാത്രം എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളായിരിക്കും. അപ്പം തന്നെ ഇന്ന് 2 സംവിധായകർ അറസ്റ്റിലായിട്ടുണ്ട് എറണാകുളത്ത്, ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ സിനിമാ മേഖലയിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്ന ആളുകൾ എല്ലാ മേഖലകളിലും ലഹരി വ്യാപനമുണ്ട്. എല്ലാ മേഖലകളിലും. സിനിമാ രംഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. പാക്കപ്പ് പാർട്ടികളെ കുറിച്ചും മറ്റ് വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്.